എല്ലാ കൂട്ടുകാർക്കും ഒമേഗ ഫേറ്റഡ് മേറ്റ് എന്ന മലയാളം നോവലിൻ്റെ അടുത്ത ഭാഗത്തിലേക്ക് സ്വാഗതം. കഥയിലേക്ക് പോകും മുന്നേ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. റബ്ബർ തോട്ടത്തിൻ്റെ നടുവിലുള്ള ആ ചെളിക്കുണ്ടിലേക്ക് സെസ്ര വീണു. വീണതല്ല, ശരീരം തളർന്നു പോയതാണ്. മഴവെള്ളം കലർന്ന ചെളി അവൻ്റെ മുഖത്തും ദേഹത്തും തെറിച്ചു. ആ തണുപ്പ് ഒരു നിമിഷത്തേക്ക് ആശ്വാസമായി തോന്നിയെങ്കിലും അടുത്ത നിമിഷം തന്നെ അത് മാറി. ഭൂമി കറങ്ങുന്നതുപോലെ, ആകാശം തലകീഴായി മറിഞ്ഞതുപോലെ. അവൻ ചെളിയിൽ കിടന്ന് ഉരുണ്ടു. വേദന, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വേദന. ശരീരത്തിലെ ഓരോ കോശവും വലിച്ചു കീറുന്നതുപോലെ തോന്നി. സാധാരണ എന്തെങ്കിലും മുറിവുണ്ടാകുമ്പോൾ വരുന്ന വേദനയല്ല ഇത്. ഇത് ഉള്ളിൽ നിന്നാണ് വരുന്നത്, മജ്ജയിൽ നിന്ന്. ക്രാക്ക്! പെട്ടെന്ന് ഒരു വലിയ ശബ്ദം. അത് പുറത്തുനിന്നല്ല, അവൻ്റെ സ്വന്തം ശരീരത്തിൽ നിന്നായിരുന്നു. സെസ്ര ഞെട്ടിവിറച്ചു. അവൻ്റെ തോളില് അത് സ്ഥാനം തെറ്റിയോ? നോ നോ, വാട്ട് ഈസ് ഹാപ്പനിങ്? ഹെൽപ്പ് മീ, സംബഡി. അവൻ എഴുന്നേൽക്കാൻ ശ്രമിച്ചു. പക്ഷേ കൈകൾ നിലത്ത് കുത്തിയപ്പോൾ കൈമുട്ടുകൾക്ക് വിപരീത ദിശയിലേക്ക് ഒരു വല്ലാത്ത വലിച്ച്. കൈവിരലുകൾ നീളുന്നതുപോലെ, നഖങ്ങൾക്കിടയിൽ നിന്ന് ചോര പൊടിയുന്നത് അവൻ കണ്ടു. അവൻ്റെ മനോഹരമായ നീളൻ വിരലുകൾ വളഞ്ഞ് കഴുപ്പമുള്ള നഖങ്ങളായി മാറുന്നു. ഇതെൻ്റെ കൈ. അവന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഭയം കൊണ്ട് അവൻ്റെ കണ്ണുകൾ തള്ളിപ്പോയി. സ്വന്തം ശരീരത്തിന് സംഭവിക്കുന്ന മാറ്റം കണ്ട് ബോധം പോകുന്ന അവസ്ഥ. അവൻ്റെ ടീഷർട്ട് ഇപ്പോൾ വല്ലാതെ മുറുകിയിരുന്നു. നെഞ്ചി വികസിക്കുകയാണ്. വാരിയെല്ലുകൾ ഒടിയുന്ന ശബ്ദം അവന് വ്യക്തമായി കേൾക്കാം. ടക്ക് ടക്ക് എന്ന ശബ്ദം. ഓരോ തവണ ആ ശബ്ദം കേൾക്കുമ്പോഴും അവൻ വേദന കൊണ്ട് പുളഞ്ഞു. ശ്വാസം കിട്ടുന്നില്ല. ആ ടീഷർട്ട് അവനെ വരിഞ്ഞു മുറുക്കി കൊല്ലാൻ നോക്കുകയാണെന്ന് അവന് തോന്നി. റിപ്പിറ്റ് ഓഫ്. അവൻ എങ്ങനെയൊക്കെയോ കൈകൾ കൊണ്ട് ടീഷർട്ട് വലിച്ചു കീറാൻ നോക്കി. പക്ഷേ കൈകൾ പ്രവർത്തിക്കുന്നില്ല. അപ്പോഴേക്കും അവൻ്റെ നട്ടെല്ലിന് കീഴ്പോട്ട് ഒരു മിന്നൽ പിണർ പോലെ വേദന പാഞ്ഞു. അമ്മേ! അവൻ ആകാശത്തേക്ക് നോക്കി അലറി വിളിച്ചു. പക്ഷെ ആ വിളി പുറത്തു വന്നില്ല. തൊണ്ടയിൽ നിന്ന് വന്നത് ഒരു മനുഷ്യൻ്റെ ശബ്ദമായിരുന്നില്ല. അതൊരു ദയനീയമായ ഞരക്കമായിരുന്നു. ഒരു മൃഗത്തിൻ്റെ കരച്ചിൽ. സ്വന്തം ശബ്ദം കേട്ട് സെസ്ര തന്നെ പേടിച്ചുപോയി. ഇത് താനാണോ? ഈ ശബ്ദം തൻ്റേതാണോ? പെട്ടെന്ന് അവൻ്റെ കാഴ്ച മങ്ങി. കണ്ണുകൾക്ക് മുന്നിൽ ചുവപ്പ് നിറം പടർന്നു. മഴത്തുള്ളികൾ ഓരോന്നും സ്ലോ മോഷനിൽ വീഴുന്നതുപോലെ. ചുറ്റുമുള്ള റബ്ബർ മരങ്ങളുടെ ഇലകളുടെ അനക്കം പോലും അവന് വ്യക്തമായി കേൾക്കാം. പിന്നീട് സംഭവിച്ചത് വളരെ വേഗത്തിലായിരുന്നു. അവൻ്റെ കാലുകളിലെ മാംസപേശികൾ വലിഞ്ഞു മുറുകി. ജീൻസ് ഇറുകിപ്പിടിച്ചു. തുടയെല്ലുകൾക്ക് മാറ്റം സംഭവിച്ചു. കാൽപാദങ്ങൾ നീണ്ടു. അവൻ്റെ ജീൻസ് തുന്നൽ വിട്ടു കീറിപ്പോയി. മനുഷ്യൻ്റെ രൂപം ആ ചെളിയിൽ കിടന്ന് ഇല്ലാതാവുകയായിരുന്നു. സെസ്രയ്ക്ക് തോന്നി താൻ മരിക്കുകയാണെന്ന്. ഇതാണ് മരണം എന്ന് അവൻ ഉറപ്പിച്ചു. ശരീരം രണ്ടായി പിളരുന്ന വേദന. തലച്ചോറ് ഈ ഷോക്ക് താങ്ങാനാവാതെ ഷട്ട് ഡൗൺ ആകാൻ തുടങ്ങി. പക്ഷേ ബോധം മറയുന്നതിന് തൊട്ടു മുമ്പ് അവന് തോന്നി, തൻ്റെ മുഖം, തൻ്റെ മൂക്ക് നീളുന്നുണ്ടോ? വായുടെ ആകൃതി മാറുന്നുണ്ടോ? പല്ലുകൾക്ക് നീളം വെക്കുന്നുണ്ടോ? ഭയം, അറപ്പ്, വേദന. അവൻ അവസാനമായി ഒന്ന് പിടഞ്ഞു. നട്ടെല്ല് വില്ലുപോലെ വളഞ്ഞു. പിന്നെയെല്ലാം നിശബ്ദമായി. ആ പെരുമഴയുടെ ശബ്ദം മാത്രം ബാക്കിയായി. ചെളിയിൽ കിടന്നിരുന്ന ആ മനുഷ്യരൂപം ഇപ്പോൾ അവിടെയില്ല. പകരം കീറിപ്പറിഞ്ഞ വസ്ത്രങ്ങൾക്കിടയിൽ അനക്കമില്ലാതെ കിടക്കുന്ന മറ്റെന്തോ ഒന്ന്. വേദനയുടെ തിരയടങ്ങി. ശരീരം തളർന്നു. അബോധാവസ്ഥയിലേക്ക് വീഴുന്നതിന് മുൻപ് സെസ്രയ്ക്ക് ഒരൊറ്റ ചിന്തയേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ആരാണ്? എന്താണ് എനിക്ക് പറ്റിയത്? പിന്നെ കറുപ്പ് മാത്രം. അടുത്ത ഭാഗവുമായി ഞാൻ വരും വരെ കാത്തിരിക്കുക. ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു.